ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നലെ മാർക്കറ്റിൽ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വ്യൂ എന്തായിരുന്നു? മാർക്കറ്റ് ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പോകാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഈ ലെവൽ അല്ലെങ്കിൽ അടുത്ത ലെവൽ നമ്മൾ ഇവിടുന്ന് റിവേഴ്സൽ ട്രേഡുകളാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ചെറിയൊരു ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് എന്ത് ചെയ്തു? ഷാർപ്പായിട്ട് വന്നു. പക്ഷേ ഈ ഫസ്റ്റത്തെ 2-3 ക്യാൻഡിൽ കഴിഞ്ഞ ശേഷം മാർക്കറ്റിൽ കാര്യമായിട്ടൊരു മൂവ്മെൻറ്റ് ഉണ്ടായില്ല എന്നുള്ളതാണ്. മാർക്കറ്റ് ഇവിടെ സൈഡ് വൈസ് ആയിട്ട് തീർന്നു. വേറെ ഇന്ന് മൂവ്മെൻറ്റ് തന്നില്ല. അപ്പോൾ അടുത്ത ദിവസങ്ങൾ ഇപ്പം ബജറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റ് ഇപ്പം ഒരു ലെവലിൽ ഹോൾഡ് ചെയ്യാണ്. നമുക്കൊരു ഹയർ പ്രോബബിലിറ്റി കോൾ സൈഡ്ക്ക് ട്രേഡ് കിട്ടണം എന്നുണ്ടെങ്കിൽ 23,441 മുകളിൽ എന്ത് ചെയ്യണം? ഒരു ഡെയിലി ക്യാൻഡിൽ ക്ലോസിങ് തരണം. അതിനുശേഷം വരുന്ന ട്രേഡ് ആയിരിക്കും എന്നുണ്ടാവുക നമുക്ക് മേലേക്ക് ട്രേഡ് എടുക്കാനുള്ള നല്ല പ്രോബബിലിറ്റി ട്രേഡ് എന്ന് പറയാൻ പറ്റുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യാം? ഇവിടെ വന്ന് തിരിച്ച് പോകുമെന്നൊക്കെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്. ഇനി നാളേക്ക് നമുക്ക് ട്രേഡ് സത്യത്തിൽ ഇപ്പം നിൽക്കുന്ന ലെവലുകൾ ട്രേഡ് ഇല്ല എന്നുള്ളതാണ്. നാളെ ഒരു ഗ്യാപ്പിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പോലും നമ്മുടെ ഒരു സോണായി മാർക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ഏരിയയിൽ വന്ന മാർക്കറ്റ് എന്ത് ചെയ്യാം? അവിടുന്ന് റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടായതുകൊണ്ട് നമ്മളിപ്പം ഈ ഒരു ലെവലിൽ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? നാളെ കോൾ സൈഡിലേക്ക് ട്രേഡ് കിട്ടുകയാണെങ്കിൽ അത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യാൻ പോകുന്ന ആദ്യത്തെ പ്ലാൻ. ഫസ്റ്റ് ഗ്യാപ്പിലാണ് ഓപ്പൺ ചെയ്യുക. ഈ സോണിൽ എവിടെയൊക്കെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഞാൻ റിവേഴ്സൽ ട്രേഡ് മാത്രമേ പ്ലാൻ ചെയ്യുന്നുള്ളൂ. ഒരിക്കലും കോൾ സൈഡിലേക്കുള്ള ട്രേഡ് രാവിലത്തെ എൻട്രി പ്ലാൻ ചെയ്യുന്നില്ല. ഇനി മാർക്കറ്റ് രാവിലെ ഓപ്പൺ ചെയ്ത ഗ്യാപ്പിലാണ് ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെങ്കിൽ, ഈ ഒരു ഏരിയ ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെങ്കിൽ 446 മുകളിൽ വന്ന് ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? നമ്മൾ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ ട്രേഡ് എടുക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ നമ്മൾ ട്രേഡ് ഒഴിവാക്കണം. അതായത് ഈ ഒരു ഏരിയ നമുക്ക് എന്ത് ചെയ്യുന്നില്ല? നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നില്ല. ഈ ഒരു ഏരിയയിൽ നമ്മൾ ഇവിടെ കൺസോളിഡേറ്റ് ചെയ്ത് ബ്രേക്ക്ഔട്ട് ഉച്ചയ്ക്ക് ശേഷം കിട്ടിയാൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ട്രേഡ് പ്ലാൻ ചെയ്യുന്നുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് താഴേക്കുള്ള ട്രേഡാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതല്ലാത്ത ട്രേഡുകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നില്ല. അപ്പം ഇതിനകത്ത് ഒരു ട്രേഡുകളും കാര്യമായിട്ട് പ്ലാൻ ചെയ്യുന്നില്ല. ഇനി വലിയ ഗ്യാപ് ഡൗൺ ആണെങ്കിൽ, വലിയ ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്ത് ഈ ഒരു ഏരിയയിലേക്ക് ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്ത് ഫസ്റ്റ് ക്യാൻഡിൽ ഗ്രീൻ ക്യാൻഡിലാണെങ്കിൽ അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഒരു റിവേഴ്സൽ എൻട്രി പ്ലാൻ ചെയ്യും. ഒരു ചെറിയ സ്കാൽപ്പിംഗ് മെത്തേഡ് അല്ലെങ്കിൽ സ്കാൽപ്പിംഗ് എൻട്രി എന്നുള്ളത് തന്നെ ആയതുകൊണ്ടാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു ഏരിയയിൽ ഒരു ബുള്ളിഷ് ഹാമറോ അല്ലെങ്കിൽ ബുള്ളിഷ് ക്യാൻഡിൽസ് ഏതെങ്കിലും ഒന്ന് ഫോം ചെയ്ത് അതിനെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതല്ലാത്ത വേറെ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നില്ല. നിഫ്റ്റിയിൽ ഇത്രേ പ്ലാൻ ചെയ്യുന്നുള്ളൂ. അതേപോലെ ഇന്ന് ഒരു ബിയറിഷ് ആയിട്ട് ക്ലോസ് ചെയ്ത ഒന്നാണ് ബാങ്ക് നിഫ്റ്റി. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ അനാലിസിസ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കാര്യമായിട്ട് ട്രേഡുകളൊന്നും തരാത്ത രീതിയിൽ തന്നെയാണ് മാർക്കറ്റിൽ നിന്നും വന്നിട്ടുള്ളത് അല്ലേ. അപ്പം എന്ത് ചെയ്യാം? നമുക്ക് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുന്നുള്ളൂ. 48,950 അല്ലെങ്കിൽ 49,000 എന്നുള്ള ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം എന്ത് ചെയ്യാം? നമുക്ക് ട്രേഡുകൾ പ്ലാൻ ചെയ്ത് തുടങ്ങാം. അതല്ലാന്നുണ്ടെങ്കിൽ ട്രേഡ് ചെയ്യേണ്ട എന്നുള്ളത് തന്നെയാണ്. ഇനി ഈ ഒരു ലോ 48,400 എന്നുള്ള ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, അപ്പം 48,400 അല്ല, 48,314 എന്നുള്ള ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാം? 48,000 എന്നുള്ള റൗണ്ട് ലെവൽ ടാർഗറ്റ് ചെയ്ത് ഒരു പുട്സെടുക്കലുള്ള ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റും. ഇതിന് ഡെയിലി ക്യാൻഡിൽ വെച്ച് നോക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം ഹാമർ ക്യാൻഡിലായിരുന്നു ഫോം ചെയ്ത്, അല്ലെങ്കിൽ ഡ്രാഗൺ ഫ്ലൈ ഡോ ചെയ്തു. ഇതിന് കണ്ടിന്യൂഷൻ കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ചെറുതായിട്ട് ഇതിന് 50% എവിടെയാണ് വരുന്നത് ആ ലെവൽ വരെയൊക്കെ നമുക്ക് ടാർഗറ്റ് പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പം എന്ത് ചെയ്യാം? നമുക്ക് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത്, ഇതിൻ്റെ ഇവിടുത്തെ ഹൈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ചെറിയ ട്രേഡുകൾ 49,200 വരെയൊക്കെയുള്ള ട്രേഡുകൾ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സോണ് ബ്രേക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ 49,200 പോയിട്ടോ അല്ലെങ്കിൽ 49,400 ലെവലൊക്കെ ട്രേഡ് വെച്ചിട്ട് എന്ത് ചെയ്യാം? ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഇടയിലുള്ള ട്രേഡുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇതൊക്കെയാണ് നാളേക്കുള്ള നമ്മുടെ നിഫ്റ്റിയുടെയും നിഫ്റ്റി ബാങ്കിൻ്റെയും മാർക്കറ്റിൻ്റെ അനാലിസിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ സൈഡ് വൈസ് മാർക്കറ്റ് ആയി, പിന്നെ ഞാൻ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടി. അതിനുശേഷം ഒരു ക്രേസി വോളറ്റിലിറ്റി എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ മൂവ്മെൻറ്റ് കിട്ടി. ഇന്നലെ ഇന്നൊക്കെ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് നമ്മൾ കണ്ടറിഞ്ഞാണ്. ഇലക്ഷൻ അല്ല, ബജറ്റ് വരുന്നത് വരെ മിക്കവാറും മാർക്കറ്റ് എന്തായിരിക്കും? ഒന്നല്ലെങ്കിൽ വോളറ്റൈലായിരിക്കും, അല്ലെങ്കിൽ ഇപ്പം ഇന്ന് കാണിച്ച രീതിയിലായിരിക്കും. അപ്പോൾ ബ്രേക്ക് ഡൗണിലോ ട്രേഡ് എടുക്കുന്ന ആൾക്കാർ കുറച്ച് എന്താ പറയുക, കോഷ്യസ് ആയിട്ട് മാത്രം ട്രേഡ് എടുക്കുക എന്നുള്ളതാണ്. മാർക്കറ്റിൽ പ്രോപ്പറായിട്ട് റിസ്ക് മാനേജ് ചെയ്യുക, മാക്സിമം ക്വാണ്ടിറ്റി കുറക്കുക. കാരണം ബജറ്റ് കഴിഞ്ഞ ശേഷം മാർക്കറ്റിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ്സ് എന്താണോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ട്രേഡ് ചെയ്യുന്നതാവും നമുക്ക് കുറച്ചുകൂടെ നന്നാവുക. ഇത് രണ്ടും അല്ലാതെ സെൻസെക്സിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത്, സെൻസെക്സിലും ഏകദേശം തന്നെയാണ്, സെൻസെക്സ് കുറച്ചുകൂടി പ്രീമിയത്തിൽ ഇന്നുണ്ടാവാറുണ്ട്, ഭയങ്കര വോളറ്റിലിറ്റി ക്രിയേറ്റ് ചെയ്യാറുണ്ട് എന്നുള്ളതുകൊണ്ട് ഇന്ന് തരത്തിൽ സെൻസെക്സ് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സെൻസെക്സിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ലെവൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് മാത്രം ട്രേഡ് പ്ലാൻ ചെയ്യാം. 70,000 എന്നുള്ള റൗണ്ട് ലെവലിന് മുകളിൽ വരുന്ന സമയത്ത് ട്രേഡ് പ്ലാൻ ചെയ്യാം. അതല്ലാത്ത ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നില്ല. പുട്സെടുക്കുന്ന നിലവിൽ സെൻസെക്സ് ട്രേഡ് പ്ലാൻ ചെയ്യുന്നില്ല. പിന്നെ നമുക്ക്
ട്രേഡ് പ്ലാൻ ചെയ്യാം അങ്ങനെ ഈ ഒരു ക്യാൻഡിൽ, ഈ 2 ക്യാൻഡിൽ താഴെ വരണം, അല്ലെങ്കിൽ ഈ ഒരു ബോഡിയുടെ മേലേക്ക് ബോഡിയുടെ താഴെ വരുന്ന സമയത്ത് മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡ് പ്ലാൻ ചെയ്ത് തുടങ്ങണം. അതായത് ഇതിൻ്റെ 76,237 താഴത്തേക്ക് വരുന്ന സമയത്ത് 75,800 വരേക്ക് ട്രേഡ് നമുക്ക് പ്ലാൻ ചെയ്യാം പുട്ട് സൈഡിലേക്ക്. അതുവരേക്ക് നമ്മൾ ഈ സോണിൽ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇതൊക്കെയാണ് നാളേക്കുള്ള നമ്മുടെ മാർക്കറ്റിൻ്റെ അനാലിസിസ് എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക.